ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ചധികം നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നെല്ലിക്ക കേടുവരാതെ മാസങ്ങളോളം എങ്ങനെയാ ഉപ്പിലിട്ട് വെക്കുന്നതെന്നൊന്ന് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂപ്പൽ വരാത്ത രീതിക്ക് തന്നെ ഈ നെല്ലിക്ക ഉപ്പിലിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം 2 കിലോ അളവിൽ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് ഉപ്പിലിടാനായിട്ട്. നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ഈ ഒരു തണ്ടിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഈർപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി എടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈർപ്പം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നെല്ലിക്കയും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ച് ഈർപ്പം മാറ്റിയിട്ട് വേണം ഉപ്പിലിടാൻ വേണ്ടി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ നെല്ലിക്ക എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഒന്നുകിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് 2-3 സ്ഥലത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി എടുത്താലും മതിയാവും. എല്ലാ നെല്ലിക്കയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഉപ്പും എരിവും ഒക്കെ ഈ നെല്ലിക്കയിലോട്ടൊന്ന് പിടിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെല്ലിക്ക എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ നെല്ലിക്ക അത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ നെല്ലിക്ക കഴുകി തുടച്ചെടുത്തതുപോലെ തന്നെ ഈ പച്ചമുളകും അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പകുതി വരത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും. നമ്മളിങ്ങനെ പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ എരിവൊക്കെ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങി നെല്ലിക്കയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നത്. ഇപ്പം ഞാൻ എല്ലാ പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് അളവിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കയുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം വെക്കാനായിട്ട്. നമ്മളെപ്പോഴും നെല്ലിക്ക ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം എടുത്താൽ മതിയാവും. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കത്തക്ക രീതിക്ക് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉപ്പ് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 കപ്പ് അളവിൽ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 1/4 കപ്പ് മുതൽ 3/4 കപ്പ് വരേക്കോ 1 കപ്പ് വരേക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1/4 കപ്പ് വിനാഗിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ നെല്ലിക്കയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നെല്ലിക്ക, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്കയൊക്കെ നമുക്ക് ഒരു കുപ്പിക്കകത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ എടുക്കുന്നതായിരിക്കും നല്ലത്. ഏതെടുത്താലും നല്ലതുപോലെ ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി ഒന്ന് തുടച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക എല്ലാം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയും പച്ചമുളകും ഒക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മൾ ചൂടോട് കൂടിയിട്ട് ഒഴിക്കാൻ പാടില്ല. ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ലിക്ക പെട്ടെന്ന് തന്നെ വെന്തതുപോലെ ആയിപ്പോവും. നമുക്ക് ആ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചൊന്ന് സൂക്ഷിക്കാവുന്നതാണ്. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ പാകത്തിന് ഈ നെല്ലിക്ക ഒന്ന് റെഡിയായി കിട്ടും. ഇനി നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൈ വെച്ചിട്ട് നെല്ലിക്ക എടുക്കാൻ പാടില്ല. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് വേണം നെല്ലിക്ക എടുക്കാനായിട്ട്. നമ്മൾ കൈ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നെല്ലിക്ക പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമഞ്ഞൾ ഉണക്കിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാതിരിക്കും. നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഈർപ്പം ഇല്ലാത്ത രീതിക്ക് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂപ്പൽ വരാതെ തന്നെ മാസങ്ങളോളം സൂക്ഷിക്കാനായിട്ട് പറ്റും. നമുക്ക് 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ നെല്ലിക്ക കഴിക്കാൻ പാകത്തിന് ആയി കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.